ഇന്ന് ബിഗ് ബോസിൻ്റെ ഡേ 1 ആണ് കേട്ടോ. ആക്ച്വലി ഡേ 1 എന്ന് പറയാൻ പറ്റില്ല, അവർ എൻ്റർ ചെയ്ത ദിവസം തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. കാരണം 3 വിന്നേഴ്സിന് ഓരോ സ്റ്റാർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രാത്രി തന്നെ സ്റ്റാർ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പേരായിരുന്നു വിന്നർ ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ആര്യ എന്ന് പറഞ്ഞ മോഡലിന്, പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ. ബെന്നി ഒരു സീരിയൽ ആക്ട്രസ്സാണ്, പിന്നെ ഷാനവാസ് ഒരു സീരിയൽ ആക്ടറാണ്. ഇവർക്ക് 3 പേർക്കായിരുന്നു വിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അവരുടെ ഫുൾ ഡ്രസ്സ് കിട്ടിയെന്ന് പറഞ്ഞു. ആരാണ് ഈ ബാഡ്ജ് തട്ടിയെടുക്കുന്നത് അവർക്ക് ഫുൾ ഡ്രസ്സ് കിട്ടിയിട്ട് ആരുടെ നിന്നാണ് ലൂസായത് അവരുടെ ഡ്രസ്സ് തിരിച്ചെടുക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ രാത്രി തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതാ നമ്മുടെ ഷാനവാസിൻ്റെ പുറകെ കുറേ നേരം നമ്മുടെ അനീഷ് ഇങ്ങനെ നടന്ന് ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് ഷാനവാസ് അത് ഊരി അടുത്ത ആൾക്ക് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ഇത് കറങ്ങി തിരിഞ്ഞ് നൂറ ആദില അവരുടെ കയ്യിൽ എത്തി. പിന്നെ അത് അടുത്തത് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ്റെതാണെങ്കിൽ നമ്മുടെ ഗസേൽ അല്ലേ, ഗസേൽ ആ പുള്ളിക്കാരിയുടെ കയ്യിലെത്തി. മറ്റേ ആര്യയുടെ ബാഡ്ജ് ആര്യയുടെ കയ്യിൽ തന്നെ കേട്ടോ. അങ്ങനെ രാത്രി തന്നെ കളി തുടങ്ങി. ലാസ്റ്റ് ഈ കുറേ ഫൈറ്റൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു, ഇപ്പോൾ ആരുടെയൊക്കെ കയ്യിലാണോ ബാഡ്ജ് ഇരിക്കുന്നത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും, അവർക്ക് അവരുടെ ഫുൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടും, ഇനി അത് ഞാൻ പറയുന്നത് വരെ ആർക്കും അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗെയിം അവിടെ സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേ 1 സ്റ്റാർട്ട് ചെയ്തു. ആസ് യൂഷ്വൽ രാവിലെ തന്നെ നമ്മുടെ സോങ് ആണല്ലോ ബിഗ് ബോസിൻ്റെ ഇൻട്രൊഡക്ഷൻ സോങ് ആണല്ലോ, മോർണിംഗ് സോങ്. അത് നമ്മുടെ ബിഗ് ബോസിൻ്റെ സോങ് തന്നെയാണ് രാവിലെ വെച്ചത്. എല്ലാവരും ഉഷാറായിട്ട് വന്ന് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഡേ. പിന്നെ എല്ലാവരും സോഫയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഫസ്റ്റ് ഗെയിം കൊടുത്തു കേട്ടോ. ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷേവിങ് ഫോം കൊടുക്കും, പിന്നെ ഒരു പേപ്പർ പ്ലേറ്റും കൊടുക്കും, കുറച്ച് പഞ്ഞി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമില്ലാത്ത ആളാരാണോ ആ ആൾക്ക് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ, ഗ്ലാസ്സും യൂസ് ചെയ്ത് പഞ്ഞിയും യൂസ് ചെയ്യുക, എന്നിട്ട് ഈ ഷേവിങ് ഫോം അവരുടെ മുഖത്ത് തേച്ചെടുക്കുക. അതാണ് ടാസ്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഈ അനീഷിനെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അനീഷിനൊരു ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡുള്ള, നമ്മുടെ കഴിഞ്ഞ സീസണിലുള്ള രതീഷ് ചേട്ടനില്ലേ, പുള്ളി കുറച്ചും കൂടെ ഫണ്ണി ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം കുറച്ചും കൂടെ ഒരു ചെറിയുള്ള ടൈപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് മിക്കവർക്കും ഇഷ്ടമില്ലാത്തത്. മിക്കവരും ഈ ഷേവിങ് ഫോം തേച്ചത് നമ്മുടെ അനീഷിൻ്റെ മുഖത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞ് ടാസ്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബിഗ് ബോസിന് ഒരു 7ൻ്റെ പണി എല്ലാവർക്കും കൊടുത്തു. എന്താണെന്നറിയോ, ഈ ഏറ്റവും കൂടുതൽ ഷേവിങ് ഫോം കിട്ടിയ അനീഷ്, അതായത് ആർക്കും ഇഷ്ടമില്ലാത്ത അനീഷിനെ തന്നെ ക്യാപ്റ്റനാക്കി സെലക്ട് ചെയ്തു. എല്ലാവരും ഞെട്ടിപ്പോയി, ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കണ്ട നമ്മളൊന്നും ഞെട്ടി കേട്ടോ. ഇങ്ങനൊരു ട്വിസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ബിഗ് ബോസിൽ ഫസ്റ്റ് നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് അവർ ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ട 2 പേരുടെ പേര് പറയാം. അങ്ങനെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ഉള്ള പോലത്തെ അത് അങ്ങനെ ആ പ്രോസസ്സ് അങ്ങനെ നടന്നു. അനീഷ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിനെ മാത്രം ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അതിനുശേഷം ഡ്രസ്സ് കിട്ടാനുള്ളവർക്കൊക്കെ ഡ്രസ്സ് കിട്ടി. പിന്നെ ഒരു ടാസ്ക് ലെറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ പണിപ്പുര എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ളത്. അതായത് ഇവരുടെ ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, പിന്നെ അതുപോലെ ലക്ഷറി ഐറ്റംസ് എല്ലാം വരുന്ന പണിപ്പുരയിലാണ്. പക്ഷേ പണിപ്പുരയിൽ അങ്ങനെ ഓടി കയറാൻ പറ്റില്ല കേട്ടോ. അവിടെ ഓരോ ടാസ്ക് ചെയ്ത് ആ ടാസ്കിനുള്ള പോയിൻറ്റ്സ് ഉണ്ട്. ലക്ഷറി ബഡ്ജറ്റ്സൊക്കെ വീക്കിലി 2 ടൈംസ് അതിനകത്ത് കയറാമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് റോസ് കളർ കവറിൻ്റെ അകത്തുള്ളതാണ് ഇവരുടെ ഫുഡ് ഐറ്റംസ്. പിന്നെ ബ്രൗൺ കളർ ഉള്ളത് ഡ്രസ്സാണ്. പിന്നെ ഒരു ഗ്രീൻ കളർ ഉള്ളത് ഇവരുടെ കോസ്മെറ്റിക്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണോ ഈ ചെല്ലുന്നത് ആ ആൾക്കാർക്ക് ഒന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാം. അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ഓരോരുത്തരും കിച്ചൺ ടീമിനെ, ബാത്റൂം ടീമിനെ, പിന്നെ ക്ലീനിങ് ടീമിനെ, അങ്ങനെ ഓരോ ടീമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം സെപ്പറേറ്റ് ആക്കി എല്ലാ ടീംസിനെയും. പിന്നീടാണ് ഒരു വലിയ ഫൈറ്റ് ഉണ്ടായത്. വലിയ ഫൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രേണുസുതി തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. എല്ലാവരും പറഞ്ഞ് ആദ്യം തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നുള്ളൂ, പിന്നെ കുറേ നേരം കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് പ്രോബ്ലം ഉണ്ടാക്കി തുടങ്ങി. അതിനിടയ്ക്ക് ഷാനവാസം വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കും തലവേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അനീഷ് അത് കൺസിഡർ ചെയ്യുന്നില്ല, രേണുസുതിയുടെ തലവേദന മാത്രം കൺസിഡർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായി. രേണുസുതി ആണെങ്കിലും തിരിച്ച് നല്ലോണം പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ തലവേദന ഉള്ള ആൾ ഇത്രയ്ക്ക് കിടന്ന് സൗണ്ട് വെക്കും, ഇത്രയ്ക്ക് ഒച്ചത്തിൽ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രേണുസുതി
ഇടയ്ക്ക് തലവേദനയാണെന്ന് പറയുന്നു, ഇടയ്ക്ക് കുഴപ്പമില്ലാത്ത പോലെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബിഗ് ബോസിനെ വിളിച്ചിട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ, എനിക്ക് പെയിൻ കില്ലർ തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ വന്നിട്ട് ബിഗ് ബോസിനടുത്ത് പറയുന്നു, ബിഗ് ബോസ് മെഡിക്കൽ എമർജൻസി, വേഗം തന്നെ മെഡിസിൻ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഷാനവാസ് വന്നിട്ട് എനിക്കും തലവേദനയില്ല, എന്താ എനിക്കും മെഡിസിൻ തരാത്തതെന്ന് പറഞ്ഞ് ഷാനവാസ് നമ്മൾ ക്യാപ്റ്റൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നടന്നത്. ഫസ്റ്റ് ഡേ ആയിരുന്നു, ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, ഇത്രയൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ. ഇനിയിപ്പം നാളെയാണ് അടുത്ത ടാസ്ക് വരാൻ പോകുന്നത്. നാളത്തെ റിവ്യൂവിൽ കാണിച്ചത് ഫസ്റ്റ് പണിപ്പുര ടാസ്കിനുള്ള ടൈമായി എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് കാണിച്ചിരിക്കുന്നത്. നാളെ എന്തൊക്കെയാണ് പണിപ്പുര നടക്കാൻ പോകുന്നത്, നാളെ എന്തൊക്കെ 7ൻ്റെ പണിയാണ് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കിട്ടാൻ പോകുന്നത് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. വന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു. നമുക്ക് നാളെ കാണാം. ബൈ.